2011 ഫെബ്രുവരി 1 ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ സൗമ്യ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി ആക്രമിച്ച ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞ ദിവസം. ആ ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയ രാത്രി. തിരുവനന്തപുരത്തേക്ക് വരുന്ന കേരള എക്സ്പ്രസ്. ആലുവയിൽ നിന്ന് 19 വയസ്സുകാരി സോനുവും സുഹൃത്ത് അർച്ചനയും ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. സമയം രാത്രി 8:30 കഴിഞ്ഞു. വർക്കലയ്ക്കും കടക്കാവൂരിനുമിടയിൽ അയന്തിപ്പാലത്തിന് സമീപത്ത് ട്രെയിനെത്തി. ജനറൽ കമ്പാർട്ട്മെന്റിലെ ശൗചാലയത്തിൽ പോയി മടങ്ങിയ സോനുവിനെ അപരിചിതനായ ഒരാൾ നടുവിന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടു. സോനുവിനെ ചവിട്ടി തള്ളിയിട്ടതുകണ്ട് അർച്ചന നിലവിളിച്ചു. പകച്ചുനിന്ന അർച്ചനയെയും അയാൾ ചവിട്ടി പുറത്തേക്കിടാൻ ശ്രമിച്ചു. തലനാരിഴയ്ക്കാണ് ട്രെയിനിൽ നിന്നും തെറിച്ചു വീഴാതെ അർച്ചന രക്ഷപ്പെട്ടത്. കമ്പിയിൽ പിടിച്ചു തൂങ്ങിക്കിടന്ന് അർച്ചനയുടെ നിലവിളി കേട്ട് മറ്റ് യാത്രക്കാർ ഓടിയെത്തി. അനുഭവം പറയുമ്പോൾ അർച്ചനയുടെ കണ്ണുകളിൽ ഭീതി വിട്ടുമാറിയിട്ടില്ല. ഇയാള് അറിയത്തില്ല. ഞങ്ങൾ കയറിയത് ആലുവയെന്നാ കയറിയത്. ഇയാൾ എവിടെ നിന്നാ കയറിയതെന്ന് അറിയത്തില്ല. ഇല്ല അറിയത്തില്ല. ഇയാൾ കയറി വന്നപ്പോ തന്നെ എങ്ങനെയായിരുന്നു ഇയാളുടെ അവസ്ഥ? അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. ഇയാള് ശല്യപ്പെടുത്തുകയും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഒരു സാധാ രീതിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് അവള് വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുമായിരുന്നു. നിന്നിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞാനും പുറത്ത് ഇറങ്ങി വന്ന ടൈമിൽ ഈ പുള്ളി അങ്ങ് ചവിട്ടി അങ്ങ് തള്ളിയിട്ട് അവള് നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിട്ട് കൂട്ടുകാരി പുറത്തേക്ക് വീണു. ഞാൻ എന്നിട്ട് ആ സെക്കൻഡ് തന്നെ അവളെ ചവിട്ടിയിട്ട് ആ സെക്കൻഡ് തന്നെ എന്റെ കൈ എന്റെ കാലിനെ പിടിച്ച് ഞാൻ എന്നെ പകുതി പുറത്തിട്ടയാൾ, അതായത് മോളെ പകുതി പുറത്തായി. ഞാൻ ഒരു അങ്കിൾ എന്നെ പിടിച്ച് മേളിലോട്ട് കയറ്റിയത്. അപ്പൊ എന്തെങ്കിലും അന്നേരം അയാള് കമ്പാർട്ട്മെന്റിൽ തുടരുകയാണല്ലോ, എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളോട്? ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജനവാസമുള്ള മേഖലയാണ് എങ്കിലും ഒരാൾ പൊക്കത്തിൽ പൊന്തക്കാടുകൾ നിറഞ്ഞു നിൽക്കുകയാണ് ട്രാക്കിന് ഇരുവശവും. അതിനാൽ തന്നെ ഒരാൾ ട്രാക്കിലേക്ക് വീണു പോയത് കാണണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പകൽ വെളിച്ചത്തിൽ പോലും ആളുകൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. ഓടിച്ചെന്ന് ചെന്നപ്പോൾ കാണാം കാടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാളിനെ വണ്ടിയിനകത്തിട്ട് അടിക്കുന്നു. 3-4 ആളുകളെല്ലാം കൂടെ, ഒരു സ്ത്രീയും അതിനകത്തിരിക്കുന്നു. അവരാണ് പറയുന്ന കൂടെ വന്ന ആളിനെ ചവിട്ടി താഴെയിട്ട്. രാത്രി 8:30 ശേഷമാണ് സംഭവം നടന്നത്. ഞങ്ങൾ അറിയുന്നില്ല, ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടുന്നതാണ് കാണുന്നത്. ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അറിയുന്നത് ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തള്ളിയിട്ടു. അപ്പോൾ ബോഡി കമിഴ്ന്നാണ് കിടന്നത്. പക്ഷെ പിന്നെയാണ് അറിയുന്നത് മരിച്ചിട്ടില്ല, നല്ല രീതിയിൽ പരിക്കുകളുണ്ടായിരുന്നു. ആക്സിഡന്റ് ഇവിടെ മാർച്ച് 4-ാം തീയതി ഒരു കൊച്ചും തള്ളെ മരിച്ചായിരുന്നു. അങ്ങനെയാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഓടി വന്നത്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, ഇവിടെ പിടിച്ചിട്ടുന്നപ്പോഴാണ് കണ്ടത്. 1/2 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ അറിഞ്ഞത്. ദൈവദൂതനെ പോലെ മെമു ട്രെയിൻ ഓടിച്ച് ഒരു ലോക്കോ പൈലറ്റ് എത്തി. ട്രെയിനുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്ന റൂട്ടാണ്. പക്ഷേ ആ സമയത്ത് ആ ഭാഗത്തുകൂടി കടന്നു വന്നത് ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു മെമുവാണ്. മെമു റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ വേഗത വളരെ കുറവായിരുന്നതിനാൽ ആ ട്രെയിനിൻ്റെ വെളിച്ചത്തിൽ ലോക്കോ പൈലറ്റ് ഒരു പെൺകുട്ടി ട്രാക്കിൽ കിടക്കുന്നത് കണ്ടു. അതുകൊണ്ട് മാത്രം ആ പെൺകുട്ടി ഇന്നും ജീവനോടെയുണ്ട്. റെയിൽവേ ട്രാക്കിൽ ഒരു പെൺകുട്ടി വീണ് കിടക്കുന്നു എന്ന സന്ദേശം ലഭിച്ച വർക്കല പോലീസ് സ്ഥലത്തേക്ക് പാഞ്ഞു. പോലീസ് പരിശോധിച്ചപ്പോൾ പെൺകുട്ടിക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി. ഉടൻ തന്നെ മെമു ട്രെയിനിൽ വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. പിന്നാലെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തലക്കേറ്റ പരിക്ക് ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇതേ തുടർന്ന് വർക്കലയിൽ നിന്നും അതിവേഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ആരാണ് ഈ ക്രൂരത ചെയ്തത്? അക്രമം കണ്ട യാത്രക്കാർ ഉടൻ തന്നെ അപായച്ചങ്ങല വലിച്ച് തീവണ്ടി നിർത്തിച്ചു. പെൺകുട്ടികളെ ആക്രമിച്ച ശേഷവും പ്രകോപനം തുടർന്ന അക്രമിയെ യാത്രക്കാർ തന്നെ തടഞ്ഞുവെച്ചു. പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറിനെ കൊച്ചുവേളിയിൽ വച്ച് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുക്കുമ്പോൾ അക്രമാസക്തനായ ഇയാളെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുമ്പോൾ പ്രകോപനപരമായിരുന്നു പ്രതിയുടെ പ്രതികരണം. ലഹരിയുടെ അബോധാവസ്ഥയിൽ അക്രമത്തിനിരയായ പെൺകുട്ടിയെ അവഹേളിക്കാനും പ്രതി ശ്രമിച്ചു. താങ്കൾ എന്താണ് കാണിച്ചത്? ഒരു ബന്ധവുമില്ല.
ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടിയിട്ടു എന്നാണല്ലോ പറയുന്നത്. അയ്യോ അവർക്ക് ഭ്രാന്താണ് ആ കൊച്ചിന്. താങ്കൾ ചവിട്ടിയിട്ടു എന്ന് കണ്ടു നിന്ന ആളുകൾ കൂടി പറയുന്നുണ്ട്. ഞാൻ തള്ളിയിടുമോ? തള്ളിയിട്ടു എന്നാണ് അവർ പറയുന്നത്. തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കടന്നു പോകുന്ന ഈ ട്രാക്കിലെ കേരള എക്സ്പ്രസിൽ നിന്നും സുരേഷ് ചവിട്ടി 19-കാരിയെ തെറിപ്പിച്ചിട്ടത് ഈ പോകുന്ന ട്രാക്കിലേക്ക്. ഇത്രയും അധികം ദൂരം ആ പെൺകുട്ടി തെറിച്ചു വന്ന് വീണു. റെയിൽവേ ട്രാക്കിൽ മുഖം പൊത്തിയ നിലയിലായിരുന്നു പെൺകുട്ടി കിടന്നിരുന്നത്. തലയിലാകെ ചോര. തലയാകെ മൂടിപ്പുതച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന പ്രതിയെ പോലീസ് നേരെ കൊണ്ടുപോയത് വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക്. വൈദ്യപരിശോധന പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങുമ്പോൾ വീണ്ടും പ്രതികരണം. മദ്യപിച്ചിട്ടില്ല എന്ന് പ്രതിയുടെ വാദം. സോനുവിനെ ആക്രമിച്ചത് താനല്ല എന്നും സിഗരറ്റ് വലിച്ച് കതകിന് സമീപം നിന്നപ്പോൾ അന്യസംസ്ഥാനക്കാരനായ ഒരാൾ പെൺകുട്ടിയെ ചവിട്ടിപ്പുറത്തേക്കിടുന്നത് കണ്ടുവെന്നും കള്ളം വിളമ്പി. താങ്കൾ എന്തിനാണ് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചത്? ചുമ്മാ നമ്പരാണ്. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? താങ്കൾ മദ്യപിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് കുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. നിങ്ങൾ ആ പെൺകുട്ടി ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നോ? എനിക്കറിയില്ല ആരാണെന്ന്. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? എവിടെ? താങ്കൾ മദ്യപിച്ച് ആക്രമിച്ചു പെൺകുട്ടി പറയുന്നത്. ആ പെൺകുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്നു താങ്കൾ ആക്രമിച്ച രണ്ടാമത്തെ പെൺകുട്ടി. അതുകൊണ്ട് ചവിട്ടി ആരെന്നറിയാമോ? അതൊരു ബംഗാളിയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളി ചവിട്ടി താങ്കൾ അല്ലെന്നാണ് പറയുന്നത്. അത് ഞാൻ ബാത്റൂമിൽ അവിടെ നിൽക്കുന്നു. ഞാൻ ഒരു സീറ്റ് പരിശോധിക്കുകയാണ്. താങ്കളൊന്നും ചെയ്തില്ലെന്നാണോ? അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ശ്രീകുട്ടിയെ ചികിത്സിക്കാനുള്ള സർവ്വ സജ്ജീകരണങ്ങളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തയ്യാറായി. കൃത്യം 10:53 വർക്കല മിഷൻ ആശുപത്രിയിൽ നിന്ന് ശ്രീകുട്ടിയുമായി ആംബുലൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തി. ആദ്യഘട്ടത്തിൽ പ്രാഥമിക പരിശോധന നടത്തി. പിന്നാലെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തുടർ ചികിത്സയ്ക്കായി ഉള്ളിലേക്ക് കൊണ്ടുപോയി. ആദ്യഘട്ടത്തിൽ ആംബുലൻസ് ഓടിച്ചിരുന്ന അജ്മലാണ് പ്രതികരണവുമായി എത്തിയത്. അപകട സ്ഥലത്ത് നിന്ന് ശ്രീകുട്ടിയെ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ പ്രതികരണമില്ലായിരുന്നു. വലിയ പരിക്കാണ് ഉണ്ടായത് എന്നാണ് അജ്മൽ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. ഒരാൾ തള്ളിയിട്ടതാണ്, ചവിട്ടി തള്ളിയിട്ടതാണ്. അവിടെ നിന്ന് വേറെ മെമ്മോയിൽ പരക്കല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഞാൻ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഇൻക്യുബേറ്ററെല്ലാം ചെയ്ത് വെന്റിലേറ്ററാക്കി ഇവിടെ കൊണ്ടുവന്നു. അബോധാവസ്ഥയിലാണ്. ബോധാവസ്ഥയിൽ വർക്കല സ്റ്റേഷനിലാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മിഷൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ആ സമയത്ത് ബോധമില്ലേ? ആ സമയത്ത് ബോധമില്ല. വരുമ്പോഴും ബോധമില്ലേ? ബോധമില്ല. തലയ്ക്ക് നല്ല ഇഞ്ചറി ഉണ്ട്. തലക്കാണ് തലയ്ക്കാണ് കൂടുതൽ ഇഞ്ചറി. പിന്നീട് ചികിത്സ തുടർന്നു. ബന്ധുക്കൾ എത്താൻ വൈകി. പിറ്റേ ദിവസം മാത്രമാണ് ബന്ധുക്കൾ എത്തുന്നത്. ആദ്യം എത്തിയത് മുത്തശ്ശിയാണ്. മുത്തശ്ശി അതിവൈകാരികമായാണ് പ്രതികരിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടെ ശ്രീകുട്ടിയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശമായി. അപ്പോഴും ഡോക്ടർമാർ ചർച്ചയിലായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ വേണ്ട എന്ന തീരുമാനം അവർ കൈക്കൊണ്ടു. ഈ ആന്തരിക രക്തസ്രാവം നിലയ്ക്കാത്തതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ വേണ്ട എന്ന തീരുമാനമെടുത്തത്. അത്തരത്തിൽ സർജിക്കൽ ICUവിൽ നിന്ന് മെഡിക്കൽ ICUവിലേക്ക് ശ്രീകുട്ടിയെ മാറ്റി. പിന്നാലെയാണ് സഹോദരനും അമ്മയും ആശുപത്രിയിലേക്ക് എത്തുന്നത്. കടുത്ത ആരോപണമാണ് അവർ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായ ചികിത്സ നൽകുന്നില്ല, മകൾ ജീവച്ഛവമായി അവിടെ കിടക്കുകയാണ്, തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നാണ് ആ അമ്മ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടത്. ഞാൻ വന്ന് കാണുന്നത് ഇപ്പൊ എന്റെ കുട്ടീനെ ഞാൻ ഇപ്പോഴേ വന്ന് കാണുന്നത്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്ന് കാണുന്നത് ഈ ഒരു അവസ്ഥയാണ്. അത് ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് 1 മണിക്ക് ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. MRI സ്കാൻ ചെയ്യാൻ പോലും അതിനുശേഷം എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടേ? എന്നോട് പറഞ്ഞത് 20 മുറിവ് കൊച്ചിന് ദേഹത്തുണ്ട്. മെയിനായിട്ട് നെറ്റിയുടെ അവിടെയും ബാക്കിലും ഉള്ളതാണ് മെയിനായിട്ട് അവൾക്കുള്ളതെന്ന് പറഞ്ഞത്. ആ മൊത്തത്തിൽ മുറിവാണ്. തല ഉൾപ്പെടെ തലയിൽ 2 മുറിവാണ് മെയിൻ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിലും നെറ്റി സൈഡിലും. ബാക്കി മൊത്തം മുറിവുണ്ട്. അത് 20 മുറിവുണ്ടെന്ന് ഡോക്ടർ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ പൊസിഷൻ എന്താന്ന് വെച്ചാല് കുട്ടി ഒരു ഡെഡ് ബോഡി കിടക്കും പോലെ കിടക്കുന്ന, മൂക്കി കൂടി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു, ശ്വാസം എടുക്കുന്നുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അവര് ശ്വാസം എടുക്കുന്നുണ്ട്. മൊത്തം ബോഡി തണുത്തിട്ടുണ്ട്. അവര് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ചെയ്യാന്ന് പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം അവര് പറയാണ് ഇല്ലാന്ന് പറയൂ എന്നുള്ളൊരു പേടിയാണ്.
എനിക്ക് എൻ്റെ കൊച്ചിനെ ജീവനോടെ വേണം. അതിന് എന്ത് അവർ ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ കൊച്ചിനെ ജീവനോടെ വേണം. എനിക്കാകെ ഒന്നേ ഉള്ളൂ. എനിക്കൊരു വളർന്നുമില്ല. ഒരു മോനും ഒരു മോളും മാത്രമേ ഉള്ളൂ. അതും 19 വയസ്സ് പോലും എൻ്റെ കുഞ്ഞിന് തികഞ്ഞിട്ടില്ല. 18 വയസ്സാണ് അവക്ക്. ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. അപ്പോഴും അപകട സ്ഥലത്ത് ശ്രീകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അർച്ചനയെ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് ശ്രീകുട്ടിയുടെ അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന വാദമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഞാൻ എന്റെ കുട്ടീനെയാണ് ചവിട്ടിയിട്ടെന്നത് ഞാൻ കാണുന്നത് ഇൻസ്റ്റാഗ്രാം വീഡിയോ നൈറ്റ് ഇന്നലെ 11 മണിക്ക് 11:30 ഞാൻ ഫോൺ എടുത്ത് വെച്ച് വെറുതെ നോക്കുമ്പോൾ പേരൊന്നുമില്ല, ജസ്റ്റ് വീഡിയോ ഇങ്ങനെ ട്രെയിനിൽ വർക്കല വെച്ച് ട്രെയിനിൽ കൂടെ പോകുന്നു, ചവിട്ടി ഇട്ടു എന്ന് പറഞ്ഞൊരു ന്യൂസ്, ചെറിയൊരു ന്യൂസ് കാണുമ്പോൾ ഞാൻ അതിനെ സ്കിപ്പ് ചെയ്യാണ്. അപ്പോഴാണ് എൻ്റെ മോൻ വിളിച്ചു പറയുന്നത്, അമ്മ സോനയാണ് ട്രെയിനിൽ പോയപ്പോൾ വർക്കലിന് ചവിട്ടിയിട്ടു, അത് എൻ്റെ മോനെയാണ് കാണുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്ന് ഞാൻ അറിയുന്നില്ല. എന്നിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടീനെ ഞാൻ കണ്ടു. ഈ നിമിഷം ഞാൻ അതിനെ കണ്ടിട്ടില്ല. ചികിത്സ മതിയായില്ല, അല്ലെങ്കിൽ ചികിത്സ തൃപ്തികരമല്ല എന്ന ആരോപണം ഉന്നയിക്കുമ്പോഴും മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന കൃത്യമായൊരു ദിശാബോധം അവർക്കില്ലാതെ പോവുകയാണ്. എങ്കിലും സർക്കാരിനെതിരെ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം ആശുപത്രിയിലെ ചികിത്സ അത് തൃപ്തികരമല്ല എന്നുകൂടി പറയുന്നുണ്ട്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽ ഒരു വീടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം ഇല്ലേ റെയിൽവേയിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പല സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനൊരു പരിഹാരം കാണാൻ ഗവൺമെന്റ് ഇടപെട്ടേ പറ്റൂ. അടിയന്തരമായി ഇടപെടണം. ഇവർ വളരെ പുവർ ഫാമിലിയാണ്. അവരെ സംബന്ധിച്ച് ചികിത്സയ്ക്ക് വേണ്ടുന്ന ഫണ്ടും മറ്റു കാര്യങ്ങളും അവരുടെ കയ്യിലില്ല. അടിയന്തര ചികിത്സ ആ കുട്ടി വന്നുടനെ ചിത്രയിലേക്ക് വിടണം എന്നാണ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉടനെ അറിയിച്ചുകൊണ്ട് അവർക്ക് വിദഗ്ധമായ ചികിത്സ. മദ്യപർക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കുമെല്ലാം ഒരു പരിശോധനയുമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നതായി ട്രെയിനുകൾ മാറി. പേരിനു പോലും ഇത്തരക്കാരെ പരിശോധിക്കാൻ സംവിധാനങ്ങളില്ല. ട്രെയിൻ യാത്രയ്ക്ക് എന്ത് സുരക്ഷയെന്ന് ചോദിക്കുകയാണ് നാട്ടുകാർ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കേരളത്തിലെ പെൺകുട്ടികൾ ട്രെയിൻ യാത്രകളെ ഭയന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 2011 സൗമ്യ വധക്കേസിന് ശേഷം ഏറെക്കാലം ആ ഒരു ഭയം നമ്മുടെയൊക്കെ മനസ്സിനെ ഇങ്ങനെ മൂടിക്കിടന്നിരുന്നു. ഇപ്പതാ വീണ്ടും ഒരു രാത്രി 14 വർഷങ്ങൾക്കിപ്പുറം ഒരു പെൺകുട്ടി ട്രെയിൻ യാത്രക്കിടെ ഒരു അപകടത്തിൽപ്പെടുകയാണ്. വീണ്ടും അതേ ഭയം നമ്മളെ വേട്ടയാടി തുടങ്ങിയിരിക്കുകയാണ്. ട്രെയിൻ യാത്രികർക്ക് ഇപ്പോഴും പറയാനുള്ളത് പേടിപ്പെടുത്തുന്ന ഇത്തരം അനുഭവങ്ങളെ കുറിച്ചാണ്. പേടിയെന്ന് പറഞ്ഞാൽ പേടി തന്നെ മോളെ. പേടിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രയും പേരൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ, നമുക്ക് എങ്ങനെ പേടിക്കാതിരിക്കാൻ പറ്റും? നമ്മളെ മക്കളായിരുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ട്രെയിനിനകത്ത് കയറ്റി വിടാൻ പറ്റുമോ? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഓരോ കുടിയന്മാർ മക്കൾക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് വന്ന കിടന്ന കുടിയന്മാരെ ഇവിടെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓട്ടിച്ച് വിടൂല. അന്യ നാട്ടിൽ നിന്ന് വെള്ളം അടിച്ചുകൊണ്ടത് എവിടെ അടിച്ച് നോക്ക് വന്ന് കിടന്നിട്ട് പെണ്ണുങ്ങളെ ചീത്ത വിളി, അനാവശ്യം പറച്ചില് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള പ്രവർത്തനം. അപ്പോൾ അവർ നമ്മൾ ഈ മണ്ണിൽ ജനിച്ച നമുക്കിവിടെ സ്ഥാനമില്ല. അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരിവിടെ ഊണും കൊടുത്ത് ഊട്ടി ഉറക്കി കട്ടിലും മെത്തയും കൊടുത്ത് അവർ ഇവിടെയുള്ള പോലീസുകാർ ഉറക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാഗർകോവിൽ ഇവിടെ നിൽക്കുന്നു, അപ്പുറത്ത് ഓപ്പോസിറ്റ് വഞ്ചിനാടിൻ്റെ ട്രെയിൻ കിടക്കുമ്പോഴും അപ്പുറത്ത് ആ ട്രെയിനിൽ കയറി വൃത്തിയേട് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഷോക്കായി പോകും. ആദ്യത്തെ സംഭവം ഞാൻ അങ്ങനെ കാണുമ്പോൾ തന്നെ ഷോക്കായി പോയിട്ടുണ്ട്. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും അത്ര സുരക്ഷിതമൊന്നുമല്ല. പലരും അറിയാതെയൊക്കെ കയറുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ചില ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നുണ്ട്. മദ്യപിച്ച ആളുകൾ വരിക, ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, അങ്ങനെ അത്രയും കംഫർട്ടബിൾ അല്ല ട്രെയിൻ യാത്ര. എല്ലാം വെള്ളങ്ങളാണ്. എല്ലാം ഈ ലിക്കറിൽ കുപ്പിയിൽ വാങ്ങിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുപോയിട്ട് അടിയാണ് പരിപാടി. ഇത് സേഫ് ഒന്നുമില്ല ട്രെയിൻ യാത്ര. ഇന്നലെ ചെയ്തവനെ പിടിച്ച് വല്ല തൂക്കിക്കൊല്ലാൻ നോക്കണം. ഫുള്ള് വെള്ളമുണ്ട്. ഇവിടെയൊക്കെ രാത്രി വന്ന് നോക്കിയാൽ ഈ സൈഡ് മൊത്തം വെള്ളമടിയാണ്. ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് ആയതുകൊണ്ടാണ് വെള്ളം അടിക്കാത്തത്. ഫുള്ള് വെള്ളമടിയും കിടപ്പും എല്ലാം ഇവിടെ തന്നെ. ഇപ്പോൾ ഇവിടെ പിടിച്ചുകയറി മോഷണം, ബൈക്ക് മോഷണം, പിടിച്ചുകയറി എല്ലാം, പേഴ്സ് അടിച്ചുകൊണ്ട് പോക്കും, ബാഗ് അടിച്ചുകൊണ്ട് പോക്കും. ഇന്നലെ ഒരു ഹിന്ദിക്കാരൻ്റെ പേഴ്സും മൊബൈലും എല്ലാം കൂടി പോയി കരഞ്ഞ് വിളിച്ചുകൂടെ നിൽക്കുന്നതാണ്. ട്രെയിൻ യാത്ര നമുക്ക് ഭയം തന്നെയാണ്. മക്കളെ ഒന്നും ഒറ്റയ്ക്ക് കയറ്റിവിടാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ റെയിൽവേയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കും, നേരെ അപ്പുറത്ത് പോകും, സിവിലിൽ പോകും, സാധനം മേടിക്കും, തിരിച്ചു വരും. ഇതിനകത്ത് തന്നെ വെച്ച് അടിയും ഇത് തന്നെയാണ്. അതുകൊണ്ട് ട്രെയിൻ യാത്ര പൊതുവെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമല്ല. കേട്ടില്ലേ എത്രത്തോളം ദുരനുഭവമാണ് ഓരോ ട്രെയിൻ യാത്രയും സ്ത്രീകൾക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ രക്ഷിതാവും എത്രത്തോളം ആശങ്കയോടും ഭയത്തോടും കൂടിയാണ് മക്കളെയൊക്കെ ട്രെയിനിൽ കയറ്റി എങ്ങോട്ടെങ്കിലും ഒക്കെ പറഞ്ഞയക്കുന്നതെന്ന്. തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല കൊച്ചിക്കാർക്കും പറയാനുള്ളത് ഇതേ അനുഭവങ്ങളൊക്കെ തന്നെയാണ്.
ഇതുപോലെ ട്രെയിനകത്ത് നിന്ന് യാത്ര ചെയ്യുമ്പോഴാണ് 19-കാരിയെ വർക്കലയിൽ മദ്യപിച്ചെത്തിയ യാത്രക്കാരൻ ചവിട്ടി ട്രെയിനിൽ നിന്ന് താഴേക്കിട്ടത്. യുവതി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സ തുടരുന്നു. സ്ത്രീകൾക്ക് ട്രെയിൻ യാത്രയിൽ സുരക്ഷിതത്വമുണ്ടോ? എന്തുകൊണ്ടാണ് സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും സുരക്ഷ മാത്രം ഉറപ്പാകാത്തത്? യാത്ര ചെയ്ത് പരിശോധിക്കാം. പേടിയുണ്ട്, ഒറ്റയ്ക്കാണ്. ഇപ്പൊ കമ്പാർട്ട്മെന്റില് കൂടുതലും ലേഡീസ് കുറവായിരിക്കും. ഇനി കുറച്ച് നാളത്തേക്ക് ഇതിന്റെ പുറകെ ആൾക്കാരൊക്കെ നടക്കും. പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും, പണ്ട് സൗമ്യയുടെ കാര്യം തന്നെ നമുക്കറിയാം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഏറെ ആശങ്കയുണ്ടാകുന്നത് രാത്രി കാലങ്ങളിലെ ട്രെയിൻ യാത്ര തന്നെയാണ്. അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളതും ഇന്നലെ വർക്കലയിൽ ഉണ്ടായതും രാത്രിയാണ്. അകത്തിരുന്ന് മദ്യപിക്കുന്നതിനെ കുറിച്ചൊക്കെ പലരും നിരവധി പരാതികൾ പറയുന്നതാണ്. പക്ഷേ നിരീക്ഷിക്കാൻ, നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഇല്ല. കുട്ടികളെയും കൊണ്ടും ഒക്കെ കയറുന്നവർക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തന്നെ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് കുട്ടികളുടെ അടുത്ത് തമാശയ്ക്കാണെങ്കിൽ പോലും പല രീതിയിൽ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആ ബോർഡിൽ ഇരുന്ന് മദ്യപിക്കുന്ന ഞങ്ങൾക്ക് കയറി വരാൻ പോലും ബുദ്ധിമുട്ടാണ്. യാത്രക്കാരെല്ലാം പോകുമ്പോൾ കൂടുതൽ സുരക്ഷിതം വേണം, അത്യാവശ്യമാണ്. ട്രെയിനകത്ത് മദ്യപിച്ചോണ്ട് കയറി ട്രെയിനകത്ത് എന്തോ ഇടിയായിരുന്നു. ഒരുത്തനെ എല്ലാവരുടെ കൂടി ചേർന്ന് കിടന്ന് ഇടിച്ചിടിച്ച് അതിനകത്ത് അണ്ണാക്കെന്തോ ബഹളമായിരുന്നു, എന്തോ ബഹളം. 11-ന്റെ ട്രെയിൻ നിറച്ച് ഗുരുവായൂർ ഇങ്ങോട്ട് വരുമ്പം മൊത്തം ഇടിയും കള്ളുകുടിയുക. തീർച്ചയായും കൂടുതൽ സുരക്ഷ വേണം. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ സ്വാഭാവികമായിട്ടും ട്രെയിനാണ്. പോലീസിന്റെ പ്രൊട്ടക്ഷൻ എന്തെങ്കിലും തന്നാൽ കൊള്ളാവുന്നുണ്ട്. അല്ലെങ്കിൽ വിളിക്കാൻ നമ്പറുള്ള ട്രെയിനിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. മൊബൈലിൽ എന്തെങ്കിലും ആപ്പോ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. സുരക്ഷിതത്തോടെ ഇതുപോലെ ഇരുന്ന് രാത്രിയും പകലും യാത്ര ചെയ്യാൻ സംവിധാനം വേണം. സൗമ്യ മുതൽ ഇങ്ങോട്ട് എത്രയോ പേരുകൾ കേട്ടു. ഇനി ആ പേരുകൾ ഉണ്ടാകാതിരിക്കാൻ നിരീക്ഷണ സംവിധാനം വേണം, സുരക്ഷ വേണം. അതാണ് സ്ത്രീ യാത്രക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ട്രെയിൻ യാത്രാ സുരക്ഷയെപ്പറ്റി പറയുമ്പോൾ സൗമ്യ എന്ന പെൺകുട്ടിയെ കേരളം ഒരിക്കലും മറക്കില്ല. വേദനയോടെയല്ലാതെ ഓർക്കുകയുമില്ല. സൗമ്യയുടെ അദ്ദേഹത്തിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്തൊരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്ക് ആക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ടു പോകാൻ പറ്റാത്തൊരു സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ 15 കൊല്ലമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2011 ഫെബ്രുവരി 1 കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ സംഭവമുണ്ടായത്. എറണാകുളം ഷൊർണൂർ പാസഞ്ചറിൽ യാത്ര ചെയ്യുകയായിരുന്ന സൗമ്യ എന്ന യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. കൃത്യം നടത്തിയത് ഒരു ഇതര സംസ്ഥാനക്കാരനാണെന്ന് പോലീസിന് അധികം വൈകാതെ തന്നെ വിവരം ലഭിച്ചു. തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 2 തന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതിയായ ഗോവിന്ദച്ചാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്ന സൗമ്യ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി. രാത്രിയുടെ മറവിൽ ട്രെയിനിൽ ആ പെൺകുട്ടി തനിച്ചായപ്പോഴാണ് ആ ക്രൂരത നടന്നത്. തൃശൂർ വിട്ടപ്പോൾ തന്നെ കമ്പാർട്ട്മെന്റുകൾ കാലിയായി. വള്ളത്തോൾ നഗറിലെത്തിയപ്പോഴായിരുന്നു കേരളം തലകുനിക്കേണ്ടി വന്ന ആ സംഭവം. അതിക്രൂരമായി സൗമ്യ പിച്ചു ചീന്തപ്പെട്ടു. റേപ്പ് പലപ്പോഴും ആരും കാണാത്തൊരു ഒഫൻസാണ്. അത് പറയണമെങ്കിൽ ആ പ്രോസിക്യൂട്ടേഴ്സ് ജീവിച്ചിരിക്കണം. ഇത് വിക്റ്റിമായി കഴിയുകയാണ്, അവർ സർവൈവർ ആകുന്നില്ല. അപ്പോൾ എല്ലാ തെളിവുകളും ഇല്ലാതാവാണ്. അപ്പോൾ റേപ്പ് ചെയ്യുന്ന വിക്റ്റിമിനെ കൊല്ലുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. അത് പല സമയത്തും അതിൽ ഈ കൾപ്രിറ്റ് വിജയിക്കാറുണ്ട്. ഗോവിന്ദസ്വാമിയെ ഉടൻ പിടികൂടി. കുറ്റപത്രവും വിചാരണയും എല്ലാം കഴിഞ്ഞു. സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് വിചാരണ കോടതി വധശിക്ഷ തന്നെ വിധിച്ചു. പക്ഷേ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ അവിടെയും
ചില ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. തലയ്ക്ക് ഒരാളുടെ തലയ്ക്ക് ക്ഷതം പറ്റിയാൽ അയാൾ മരിക്കും, അത്രയും വലിയൊരു മുറിവ് പറ്റിയാൽ മരിക്കും എന്നത് തള്ളിയിട്ട് കൊന്നതിൻ്റെ അപ്പുറത്ത് സമയുടെ തലയിൽ വലിയൊരു പാറക്കഷ്ണം കൊണ്ടോ കരിങ്കൽ ചീൽ കൊണ്ടോ കുത്തിയിട്ട് തന്നെ സമയം ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം അവരെ പല്ലൊക്കെ കുത്തിയിട്ട് ആ പല്ല് ശ്വാസകോശത്തിൽ പോയി കിടന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അവർ ഉപദ്രവിച്ചിട്ടുണ്ട്, ഈ കല്ലുകൾ കൊണ്ട് എത്ര തവണ തലയിൽ ഇടിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ തലയും മുഖവും പല്ലും ഒക്കെ കൃത്യമായി നമുക്ക് എവിഡൻസ് തരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല അതിൽ വന്നൊരു കാരണം. ഏതൊരു സാധാരണക്കാരനും രോഷം തോന്നാവുന്നതായിരുന്നു അന്തിമവിധി. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകത്തിൽ കുറ്റക്കാരന് ജീവിക്കാം. വധശിക്ഷ സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ജീവപര്യന്തമായി മാറി. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് മട്ടനും ചിക്കനും കഴിച്ച് തടിച്ചു കൊഴുത്ത ഒരു ഗോവിന്ദച്ചാമി ഇന്നും നമുക്ക് മുന്നിലുണ്ട്. ആ കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ ആ കുട്ടിയെ പോലെയുള്ള മക്കളുള്ള അല്ലെങ്കിൽ അതേ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക് നമുക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അയാളിങ്ങനെ ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഇളവും കിട്ടി അയാൾ പുറത്തും കൂടി വന്നിട്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതെ, ആ കൊടും കുറ്റവാളി പുറത്തു വന്നു. എല്ലാ സുരക്ഷാ വലയങ്ങളും ഭേദിച്ച് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ജനങ്ങൾ എങ്ങനെ മറക്കും? പോലീസിന്റെ വ്യാപക തിരച്ചിൽ നടക്കുന്നതിനിടെ കിണറ്റിൽ ഒളിച്ചിരുന്ന ഗോവിന്ദച്ചാമിയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിലൂടെ ലോകം കണ്ടു. സുരക്ഷ പാളം തെറ്റുമ്പോൾ പതിയിരിക്കുന്നുണ്ട് ചാമിമാർ. ട്രെയിൻ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക ഇനി എന്ന് തീരും?